താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2024 ചിങ്ങം മുതൽ വരുന്ന 2025 ഫലങ്ങൾ. ആരോടും തർക്കിക്കില്ല. നല്ല രീതിയിൽ മുന്നേറും. ചിങ്ങത്തിൽ ഉദ്ദേശങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം. ആയതിനാൽ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. കൂട്ടുകെട്ടുകൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. കേസുകൾ വന്നുചേരും. താൻ ഇടപെടുന്ന വിഷയങ്ങളിലൂടെ മറ്റുള്ളവർ നേട്ടമുണ്ടാക്കുന്നതിൽ അഭിമാനിക്കും. നിലവിലുള്ള വ്യവഹാരങ്ങൾ പരിഹാരം കണ്ടെത്തും. തൊഴിലിടത്തിൽ മേലധികാരികളുടെ പ്രശംസയും സഹകരണവും ലഭിക്കും. കന്നിയിൽ സർക്കാർ തലത്തിൽ തൊഴിലെടുക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. വിനോദയാത്രകൾക്കായി പണം ചിലവഴിക്കും. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒപ്പമുണ്ടാവും. ജീവിത പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കുന്നത് ആശ്വാസമാകും. സ്ത്രീകളുമായുള്ള ഇടപാടുകൾ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കാനേ ഉപകാരപ്പെടും. ഇഷ്ടപ്പെടുന്നവർക്ക് ചില തടസ്സങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. പ്രമാണം, ആഭരണം എന്നിവ കൈവശത്തിൽ ലഭിക്കും. തുലാത്തിൽ സാമ്പത്തിക ഞെരുക്കം മാനസികമായി തളർത്തും. ദൂരയാത്രകൾക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കും. മതപരമായ ചടങ്ങുകളിൽ പൂർണ്ണമായും പങ്കുചേരും. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട യാത്രകളും നടത്തേണ്ടതായി വരാം. ചിലവ് നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല. പൂട്ടലിൻ്റെ വക്കിലെത്തിയ വ്യാപാര സംരംഭങ്ങൾ പങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിക്കും. ഗുരുക്കന്മാരായവരുടെ കാരണവർസ്ഥാനം അലങ്കരിക്കുന്നവരുടെ ദേഹവിയോഗം മാനസികമായി തളർത്തും. വൃശ്ചികത്തിൽ വസ്തുവകകൾ പണയപ്പെടുത്തി വ്യാപാരത്തെ ഉയർത്താൻ ശ്രമിക്കും. സ്ഥലം മാറ്റം പ്രതീക്ഷിക്കണം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ധനനേട്ടമുണ്ടാകും. പുതിയ വാഹനം, ഭൂമി എന്നിവ സ്വന്തമാക്കാൻ കഴിയും. കോടതി വ്യവഹാരങ്ങൾ ഇനിയും അനന്തമായി നീളും. ധനുവിൽ യാത്രകൾ ഗുണകരമാകും. വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. ആരംഭിച്ച സംരംഭങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിലാകും. കുടുംബത്തിൽ സുഖം കുറയും. അധ്യാപകർക്ക് സ്ഥലം മാറ്റം ലഭിക്കും. യാത്രകൾ ബുദ്ധിമുട്ടാകും. കർമ്മരംഗത്ത് പേരുദോഷമുണ്ടാകാം. കുളം, കിണർ തുടങ്ങിയ ജലാശയത്തിൽപ്പെടാതെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുക. തൊഴിൽ രഹിതർക്ക് പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും. ക്ഷേത്രദർശനം ഗുണം ചെയ്യും. മകരത്തിൽ വിശ്വസിച്ചേൽപ്പിച്ചതെല്ലാം ഭംഗിയായി നിറവേറ്റും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട വ്യാപാരം നടത്തുന്നവർക്ക് നേട്ടമുണ്ടാകും. സ്വസ്ഥമായി ഇരിക്കുമ്പോൾ മാനസിക സംഘർഷം വരുന്ന വാർത്തകൾ കേൾക്കും. മാനസികമായ സുഖവും സമാധാനവും തിരികെ പിടിക്കും. കുംഭത്തിൽ പല മേഖലകളിലൂടെ ധനം ലഭിക്കും. സന്താനങ്ങൾക്ക് വിദ്യാഗുണമുണ്ടാകും. അഭിമുഖങ്ങൾ, പരീക്ഷകൾ എന്നിവയിൽ വിജയിക്കും. നിക്ഷേപങ്ങളിലൂടെ നഷ്ടം സംഭവിക്കാം. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും. ജോലിയിൽ നിന്ന് മാറി നിൽക്കും. വാഹനം, ഭൂമി എന്നിവയുടെ ക്രയവിക്രയത്തിൽ ലാഭമുണ്ടാവും. മീനത്തിൽ പൊതുരംഗത്തു നിന്ന് വിട്ടുനിൽക്കും. സ്വന്തം കാര്യം മാത്രം നോക്കാൻ ഇഷ്ടപ്പെടും. സർക്കാരിൽ നിന്ന് ലഭിക്കാൻ കാത്തുനിൽക്കുന്നത് വൈകിയേ ലഭിക്കൂ. വിലപ്പെട്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. പ്രതീക്ഷിക്കാതെ ബന്ധുക്കൾ ഒത്തുകൂടും. തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. മേടത്തിൽ ദൈവാധീനമുള്ള സമയമായിരിക്കും. ദൂരയാത്രകൾ നടത്തും. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകും. വ്യക്തിത്വവും മാന്യതയും വർദ്ധിക്കും. ആഡംബരത്തിനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങാനും പണം ചിലവഴിക്കും. പല സുഖഭോഗങ്ങൾക്കും അവസരമുണ്ടാകും. ജോലിയിൽ ഉന്നത സ്ഥാനം ലഭിക്കും. മിഥുനത്തിൽ ഗൃഹനാഥന് കർമ്മരംഗത്ത് തടസ്സങ്ങൾ വരാം. അയൽക്കാരുമായി തർക്കങ്ങൾ, കേസ്, കോടതി വ്യവഹാരങ്ങൾക്കും അവസരമുള്ള സമയമാണ്. വളർത്തുമൃഗങ്ങളെ സൂക്ഷിക്കണം. തനിക്ക് കിട്ടിയ പാരിതോഷികങ്ങൾ മറ്റുള്ളവർക്ക് നൽകും. തൊഴിലിടം വിപുലീകരിക്കും. മിഥുനത്തിൽ ഇഷ്ട ജീവിത പങ്കാളിയെ കണ്ടെത്തും. ചില രോഗങ്ങൾക്ക് ആശുപത്രിവാസം വേണ്ടിവരും. ശത്രുശല്യം വർദ്ധിക്കും. ദുഷ്ചിന്തകൾ മനസ്സിനെ മുറിവേൽപ്പിക്കും. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ലഭിക്കും. പുണ്യക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തും. ഗുരുജനങ്ങളുടെ അനുഗ്രഹമുണ്ടാകും. കർക്കിടകത്തിൽ കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ, ഒപ്പം പണവും പ്രശസ്തിയും ലഭിക്കും. മാതാവിൻ്റെ അസുഖം പ്രയാസപ്പെടുത്തും. സഹോദരങ്ങൾ ശത്രുക്കളാകും. സർക്കാർ ജോലിയിൽ നിന്ന് പിരിയുന്നവർക്ക് ലഭിക്കേണ്ട ധനം തടസ്സപ്പെട്ട് കിടക്കും. വർഷത്തിൻ്റെ ആനുകൂല്യങ്ങൾ മുതലെടുക്കാൻ അലസത വെടിയേണ്ട സമയം കൂടിയാണ് ഈ പുതിയ വർഷം. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.